അതെ, രാശി പലകിൽ എന്തെങ്കിലും എഴുതി വെക്കും. തറപറന്നൊക്കെ എഴുതിയാൽ മതി. തറയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അറിയാം. എഴുത്, നീ തന്നെ എഴുത്. ഇയാൾ എഴുതി എല്ലാം കുളമാവും. ആരെങ്കിലും ഉണ്ടോ നോക്ക്. അയ്യേ, ഇതിൽ ഇനിയുണ്ട് ശങ്കുകൾ. ഇത് മുഴുവൻ വേണം. മുഴുവൻ കളയല്ലേ. ഞമണിക്കൊക്കെ എന്താ വിലയെന്നറിയോ? ഞൗണിക്കല്ല, അത് കവടിയാണ്. ഗുബൂലിലെണ്ണം വെച്ചോളൂ. അതൊക്കെ പിന്നെടുത്ത് വെച്ചാൽ മതി. ഓം നീക്കോനാച്ച. ഇരുന്നോളൂ, നിങ്ങളും ഇരുന്നോളിക്കോളുക. ഓം ദിഗംബരക്ഷനായ. കണ്ണട മാറ്റ്. ഗ്ലാമർ കൂടി പോയല്ലേ. അപ്പോ എന്തൊക്കെയാ? തലക്കുറി. ആയിക്കോട്ടെ, തലക്കറി കഴിച്ചിട്ട് കുറച്ചു നാളായിരിക്കണു. തലക്കുറി വായിച്ചിട്ട് കുറച്ചാളായി. അതാണ്, ഇതാണ് കുട്ടിയുടെ തലക്കുറി. ഓഹോ, തമ്പുരാനോട് നക്ഷത്രം ചോദിക്കേ. ഇപ്പൊ എന്തിനാ നക്ഷത്രം? ക്രിസ്മസ് വെച്ച് കടവട്ടി? അതല്ല, തമ്പുരാന്റെ നക്ഷത്രം മൂലമല്ലെന്ന് ചോദിക്കേ. തമ്പുരാന്റെ നക്ഷത്രം മൂലം അല്ലേ? അതെ. മുഖത്ത് എഴുതി വെച്ചിരിക്കണു, മുഖം മൂലത്തിന്റെ കണ്ണാടി. മൂലം വെച്ചൊരു ശ്ലോകം ചൊല്ല്. വാവച്ച് കല്യാണം തെറ്റും, പിന്നീട് മൂലം വെച്ച് വരണം. ഞങ്ങൾക്കറിയേണ്ടത് ഇവളുടെ വിവാഹം, ആയുസ്. കവടി കഷ്ക്. എന്താണോ ഒക്കെ ചെയ്യണ്ടത്? കവടി കഷ്കും എന്തെങ്കിലൊക്കെ പോറ മതി. എടാ, വിടാത്തോന്നല്ലേ? എന്തൊരു സുഖം. വെറുതെ അല്ലേ ജോത്സ്യന്മാര് ഇതിന് പിടിവിടാത്തത്? മതി. ഇനി ഓരോന്ന് കളത്തിലേക്ക് തിരിച്ചു വെക്കേ. എന്താ പിന്നെ ചെയ്യേണ്ടത്? കളത്തിലേക്ക് വെക്കേ. ഇനി ഏതെങ്കിലും ഒരു മലയാള മാസം പറ. കന്നിമതിയാ. അത് പാട്ടിയുടെ മാസല്ലേ? ചിങ്ങമാസത്തിന്റെ ഒരു ശ്ലോകം ചൊല്ലേ. ചിങ്ങമാസം വന്നു ചേർന്നോ നിന്നെ ഞാൻ സ്വന്തമാക്കും. ഈ കുട്ടിയെ മറ്റാരോ സ്വന്തമാക്കിയിട്ടുണ്ടല്ലോ. ഡോക്ടറോടും ജോത്സ്യനോടും കള്ളം പറയുന്ന. അത് അബദ്ധത്തിൽ പുടവ കൈമാറിപ്പോയതല്ലേ? അതിന് പ്രായശ്ചിത്തവും ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, പ്രായശ്ചിത്തം കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത ഒരു വിവാഹം. നോ ചാൻസ്. കുട്ടിയുടെ ആയുസ്സൊന്ന് നോക്കിയാൽ. അതെ, ആയുസിന്റെ കവടി. ഈ കുട്ടി മരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കണു. തലനാരെടുക്കാൻ രക്ഷപ്പെട്ടത്. ഇനി ഈ കുട്ടിക്ക് മരിക്കണവരെ ഒടുക്കത്തെ ആയുസ. എന്താ? അത് ഈ ദീർഘായുസാണ് ഇനി മുതൽ എന്നാണ് പറയണത്. എന്താ പിന്നെ ബാക്കി നാളെ ആവാം. വീശാൻ സമയമായിരിക്കണു. എന്താ? തെക്കൻ കാറ്റ് വീശാറായാ പിന്നെ അത് ഈ രാശി പറയും. കയ്യും പറക്കും. അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ധൃതി കൂട്ടണ്ട, വിശദമായിട്ട് നാളെ ആവാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ വർമാജി ഒരു മണ്ടനായതുകൊണ്ട് ഇന്നൊരു തവണ രക്ഷപ്പെട്ടു. പക്ഷെ ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല.